Good morning, ma'am. 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 Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, എല്ലാവരും ജോയിൻ ചെയ്തോ? 74. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തേ അല്ലെ? വായിച്ചു നോക്കിയായിരുന്നോ ഇൻട്രൊഡക്ഷൻ? അതെ, മാം. ഹോസ്പിറ്റൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ. WHO. വാട്ട് ഈസ് ദ ഫുൾ ഫോം? WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, വെരി ഗുഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷനും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 2, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. പ്രിന്റഡ് നോട്ട് എടുക്കാനും നിങ്ങൾക്ക് പ്രിന്റഡ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ഇതുപോലെ ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി ആണ് സെക്കൻഡ് ചാപ്റ്റർ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്, മാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ചാപ്റ്റർ 2, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. നോക്കാം. ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC 500 AD. ഹോസ്പിറ്റൽ AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഒരു ഹിസ്റ്ററി ആണ് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC 500 AD. AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ നോട്ടിലേക്ക് നോക്കാം. Early, the medical treatment was always recognized as religious services and ceremonies. What is ceremonies? Ceremony meaning എന്താ? ചടങ്ങുകൾ. ഓക്കെ, അപ്പൊ പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? വാസ് റിക്കഗ്നൈസ് ആസ് റിലീജിയസ് സർവീസസ്. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെ ഭാഗമായിരുന്നു പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓരോ റിലീജിയനും അവരുടേതായ ഒരു സേവനത്തിന്റെ ഫലമായിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവർക്കുടെ സ്റ്റൈല്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അങ്ങനെ, മുസ്ലിംസ് ആണെങ്കിൽ അവർക്കുടെ ആ ഒരു റിലീജിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള സർവീസുകളായിരുന്നു ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരുന്നത്. അതിന്റെ സെറമണീസ്, ചടങ്ങുകളുടെയും മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. Priests were also physician or medicine men caring for spirit, mind and body. ഇവിടെ നോക്കി, അവിടെ ഫിസിഷ്യൻ, ഡോക്ടർ ആയിട്ട് ആക്ട് ചെയ്ത പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ PRIESTS. പുരോഹിതന്മാർ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത് അവിടെ പ്രീസ്റ്റ് ആയിരുന്നു
ഫിസിഷ്യൻ അല്ലെങ്കിൽ മെഡിസിൻ മാൻ, കെയറിംഗ് ഫോർ സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റിനെ ആത്മാവിനെയൊക്കെ കെയർ ചെയ്യുന്നവര്, മൈൻഡ് ബോഡി, മനസ്സിനെയും ആത്മാവിനെയൊക്കെ കെയർ ചെയ്യുന്നത് മെഡിസിൻ മന് അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത് പ്രീസ്റ്റ് ആയിരുന്നു. അപ്പൊ പ്രീസ്റ്റിനായിരുന്നു അവിടെ ഫിസിഷ്യന്റെ റോൾ ഉണ്ടായിരുന്നത്. Priest or doctor came under the ruling classes with a great political influence. ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റും ഡോക്ടേഴ്സും. ഓക്കെ, പുരോഹിതരും ഡോക്ടേഴ്സും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു. Temples or hospitals were also meeting places. അവരുടെ മീറ്റിംഗ് പ്ലേസ് എവിടെയായിരുന്നു? Where is the meeting place of early era? അവിടെ അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? Where is the meeting place? അപ്പൊ ഇവിടെ ചോദിക്കാം, who act as physician in early era? അവിടെ ഫിസിഷ്യനായിട്ട് ആക്ട് ചെയ്ത ആരായിരുന്നു? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഇവിടെ ഒരു ആകേഷ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് മിസ്സിന്റെ പേരെന്താണ്? എന്റെ പേര് രമ്യ എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ചാപ്റ്റർ നമ്മൾ കവർ ചെയ്താണ്. പുതിയതായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ജോയിൻ ചെയ്യാതെ പുതിയതായിട്ട് കയറിയവരൊക്കെ ഉണ്ടാവും ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു ചാപ്റ്റർ എടുത്തായിരുന്നു, അത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഹോസ്പിറ്റൽ എന്താണെന്നൊക്കെ ഡെഫിനിഷൻ ഉള്ളൂ, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇന്നത്തെ ഹോസ്പിറ്റലിൽ വരെ എത്തിയിട്ടുള്ള പഴയ ഹോസ്പിറ്റൽ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കി പോകുന്നത്. ഇവിടെ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു മെഡിക്കൽ ട്രീറ്റ്മെന്റ്, പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു ട്രീറ്റ്മെന്റ്. അപ്പൊ അവിടെ പ്രീസ്റ്റ് ആണ് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത്. പ്രീസ്റ്റ് എന്ന് പറയുന്നത് അവര് ശക്തമായിട്ടുള്ള ഗ്രീറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വരുന്നത്. ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിരുന്നു അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി ഇറയിലുള്ള ഹോസ്പിറ്റൽസിനെ നമ്മൾ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. 5 ഹോസ്പിറ്റലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ചോദിക്കും, അതിനകത്ത് വരുന്നത് ഏതാണെന്നുള്ളത് എഴുതാനുണ്ടാവും. നോക്കാം. നമുക്ക് 5 ഹോസ്പിറ്റലായിട്ടാണ് ഏർലി ഇറയിലെ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ ഇതിനകത്ത് ഏർലി ഇറയിലെ ഹോസ്പിറ്റൽസിനെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ, സെക്കൻഡ് ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ, തേർഡ് വൺ റോമൻ ഹോസ്പിറ്റൽസ്, ഫോർത്ത് അറബിക് ഹോസ്പിറ്റൽസ്, ഫിഫ്ത് വൺ ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. അപ്പൊ ഏർലി ഇറയിലുള്ള ഹോസ്പിറ്റൽസിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നോക്കിയേ, മെഡിസിൻ ഓർഗനൈസ്ഡ് ബീയിങ് first appeared 4000 years ago in the ancient region of South Asia known as Mesopotamia. ഒരു സംഘടിതമായ ഒരു അസ്തിത്വം എന്ന നിലയിൽ തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പ്രദേശത്താണ് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്, പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് എന്നാണ് 4000 years ago, 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർ ചെയ്തത്. Hammurabi's code was the rule for the practice of doctors. ഓക്കെ, ഹമ്മുറാബീസ് കോഡ്. അപ്പൊ അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു നിയമമാണ് ഹമ്മുറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോസ്പിറ്റൽ ഹമ്മുറാബീസ് കോഡ് എക്സിസ്റ്റഡ്? ഏത് ഹോസ്പിറ്റലിന്റെ ടൈമിലാണ് ഇവിടെ ഹമ്മുറാബീസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്? ഏത് ഹോസ്പിറ്റലിന്റെ ടൈമിലാ?
ഹോസ്പിറ്റൽ. അപ്പൊ മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലിലെ ആ ടൈമിലാണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ടൈമിലാണ് ഹ്യൂമറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നിയമമായിരുന്നു ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കോഡ് ഇൻ ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റ്. ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ്, പണ്ടത്തെ ഒരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഈ ഹ്യൂമറാബിസ് കോഡ് എന്ന നിയമമാണ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത് സുമറിലാണ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ഏൻഷ്യന്റ് ബാബിലോണിയയിലെ സുമർ എന്ന പ്ലേസിലാണ് ഫസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ, റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നാം 3 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റല് ഫസ്റ്റ് അപ്പിയർഡ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെയായിരുന്നു? ഇവിടെ മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നിയമം ഏതാണ്? ഹ്യൂമറാബിസ് കോഡ്. ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം ഡാഷ്. ഇവിടെ നിന്ന് വന്നത് ഏൻഷ്യന്റ് ബാബിലോണിയയിലെ പ്രദേശത്താണ് ഫസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള രേഖപ്പെടുത്തിയുള്ള പ്രിസ്ക്രിപ്ഷൻ. ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സുമറിലാണ്, ഏൻഷ്യന്റ് ബാബിലോണിയൻ. ഈ 3 കാര്യങ്ങളും ക്ലിയർ ആയോ മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിലെ? ക്ലിയർ അല്ലേ? ഓക്കെ, ഹ്യൂമറാബിസ് കോഡ് ഒരു ഏർലിസ്റ്റ് കോഡാണ്. ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു ഏർലിസ്റ്റ് കോഡാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞ നിയമമാണ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഗ്രീക്ക് ഹോസ്പിറ്റൽ പീരീഡ് നോക്കിയേ, 400 പീരീഡ് ഒന്നും അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. പീരീഡ് 460 to 136 BC. ഓക്കെ, 460 to 136 BC ആ പീരീഡ് ആണ് ഗ്രീക്ക് ഹോസ്പിറ്റലില്. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. ഓക്കെ, ഈ ഗ്രീക്ക് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്. മാജിക് റിലീജിയസ് റിച്വൽസ് എന്ന് വെച്ചാൽ മന്ത്രവാദപരമായിരുന്നു. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദപരവും മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഇതിന്റെ ഒക്കെ ഭാഗമായിരുന്നു അന്ന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രീക്ക് മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ അടിസ്ഥാനമായിരുന്നു ആ പണ്ടത്തെ അവിടത്തെ ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ്. അപ്പൊ ചോദിക്കാം, ട്രീറ്റ്മെന്റ് ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? Magic, religion and rituals. മന്ത്രവാദപരവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അപ്പൊ ഇവിടെ രോഗം വരുന്നത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അവര് ഒരു മതപരമായിട്ടുള്ള ഭാഗമായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവര് പറയണത് നമുക്ക് ദൈവ കോപം കൊണ്ടൊക്കെയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു അന്നത്തെ ടൈമില്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാരണങ്ങളൊന്നും അവർ നോക്കിയില്ല. അവര് എപ്പോഴും എന്താ പറയാ, അവർക്കുടെ ആ റിലീജിയനെ ബേസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ട്രീറ്റ്മെന്റും. അതുപോലെ തന്നെ അവർ ആ രോഗം വരുന്നതും ഒക്കെ ദേവി കോപം കൊണ്ടൊക്കെയാണെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്ക്. എന്നാൽ ആ ഒരു ടൈമില് ഹിപ്പോക്രാറ്റസ്, ദ ഫാദർ ഓഫ് മെഡിസിൻ, എക്സാമിന് ചോദിക്കും, ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്, മെഡിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഫിസിഷ്യനാണ് അദ്ദേഹം. ഹിപ്പോക്രാറ്റസ് ഗ്രീക്ക് ഫിസിഷ്യനാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹിപ്പോക്രാറ്റസിന്റെ വരവോടുകൂടി അദ്ദേഹം പറഞ്ഞു, ദേവി കോപം കൊണ്ടൊന്നും അല്ല നമുക്ക് രോഗങ്ങൾ വരുന്നത്, നമുക്ക് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഒക്കെയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. ജീവിതശൈലി കൊണ്ടും
അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ആ ഹിപ്പോക്രാറ്റസ് ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു മെഡിസിനില് ഒരു പുതിയൊരു ആശയം കൊണ്ടുവന്നു. ഈസ് യൂസ്ഡ് ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. മെഡിസിനിലെ ഒരു യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ്, നമ്മുടെ റിലീജിയസുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അപ്രോച്ച് മെഡിസിനിൽ കൊണ്ടുവന്നു. അതാണ് ഗ്രീക്ക് ഹോസ്പിറ്റലിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് ചോദിക്കാവുന്ന ട്രീറ്റ്മെന്റ് ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിരുന്നു അവിടെ അവര് ട്രീറ്റ്മെന്റ് കൊടുത്തത്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, മന്ത്രവാദമൊക്കെ ചെയ്ത് രോഗമൊക്കെ മാറ്റുന്നത്, അസുഖങ്ങളൊക്കെ മാറ്റുന്നതൊക്കെ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അവരങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തത്. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഓരോ മന്ത്രവാദമൊക്കെ ചെയ്ത് അസുഖങ്ങൾ മാറ്റുന്ന ഒരു സ്റ്റൈലായിരുന്നു. അതുപോലെ അസുഖമാണെങ്കിലും രോഗങ്ങൾ മാറ്റുന്നതാണെങ്കിലും അവര് ദേവി കോപം കൊണ്ടാണ് രോഗം ഉണ്ടാവണേന്നൊക്കെ ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടായിരുന്നു ആ ടൈമിലുള്ളത്. അപ്പോഴാണ് ഹിപ്പോക്രാറ്റസ് വന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഈ മെഡിസിനില് ഒരു ലോജിക്കൽ, കുറച്ചും കൂടി യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ് അപ്രോച്ച്, ഒരു റിലീജിയസുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സമീപനം മെഡിസിനിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, ഈ നെക്സ്റ്റ് തേർഡ് വൺ റോമൻ ഹോസ്പിറ്റൽസ് ആണ്. By 1st century BC, the Roman was the first to make institutional care of the sick and injured. ശ്രീജ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച്, ശ്രീജ സുജിത്ത്. ഓക്കെ, അപ്പൊ നോക്കിയേ, തേർഡ് വൺ റോമൻ ഹോസ്പിറ്റൽ ആണ്. By 1st century BC, Roman was the first to make institutional care of the sick and injured. റോമാക്കാരാണ് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇഞ്ചുറി സംഭവിച്ചുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറിഡ് ആരായിരുന്നു? റോമാക്കാരായിരുന്നു. ഓക്കെ, റോമൻ. അവിടെ നോക്കിയാൽ മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. മിലിറ്ററി ഹോസ്പിറ്റൽസ്, അതുപോലെ സ്ലേവ് എന്ന് പറഞ്ഞാൽ ആരാ? അടിമകൾക്കും വേണ്ടിയിട്ട് ഈ മിലിറ്ററിക്കും അതുപോലെ അടിമകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റല് എക്സിസ്റ്റ് ചെയ്തത് ഈ റോമൻ ഹോസ്പിറ്റലില്, ഈ റോമൻ പീരീഡിലായിരുന്നു മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത്. ഓക്കെ, ബൈ 1st century BC the Roman was BC ഫസ്റ്റ് സെഞ്ചുറിയില്, 1ാം നൂറ്റാണ്ടോടുകൂടി റോമക്കാരായിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ഫോർ സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരായിരുന്നു. ആ റോമൻ പീരീഡിലാണ് മിലിറ്ററി ഹോസ്പിറ്റൽസും സ്ലേവ് ഹോസ്പിറ്റൽസും എക്സിസ്റ്റ് ചെയ്തത്. അവിടെ ചോദിക്കാം, ഇൻ വിച്ച് പീരീഡ് മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്? ഏത് പീരീഡിലായിരുന്നു? റോമൻ പീരീഡ്. ഓക്കെ, റോമൻ പീരീഡ് എന്ന് എഴുതാം. ഓപ്ഷൻ നിങ്ങൾ നോക്കുക, അവിടെ തരും. ഇപ്പം ഏത് പീരീഡാന്നുള്ളത്, അക്ബേഴ്സ് പീരീഡ്, റോമൻ പീരീഡ്, അറബിക് പീരീഡ്, അങ്ങനെ ഏത് പീരീഡാന്ന് നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതുക. ഇനി ഹോസ്പിറ്റൽ എന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ചെയ്തത് റോമൻ ഹോസ്പിറ്റലിന്റെ ടൈമിൽ, റോമൻ പീരീഡിലായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് ഫോർത്ത് വൺ, അറബിക് ഹോസ്പിറ്റൽസ്. അറബിക് ഹോസ്പിറ്റൽ, ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് വേർ നോ മാച്ച് ഫോർ ദ നമ്പർ. നമ്പറിന്റെ കാര്യത്തിലോ മികവ്, ഓർഗനൈസേഷൻ ആൻഡ് എക്സലൻസ്. ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് എന്ന് പറഞ്ഞാൽ മികവ്, മികവിന്റെ കാര്യത്തിലൊക്കെ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അറബിക് ഹോസ്പിറ്റൽ പറഞ്ഞു നോക്കിയേ, ചില റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഒക്കെ നമ്പറിന്റെ എണ്ണത്തിന്റെ കാര്യത്തിലോ അതിന്റെ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് മികവിന്റെ കാര്യത്തിലോ അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും അങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അപ്പൊ ഏത് ഹോസ്പിറ്റലാണ് നല്ലത്? അറബിക് ഹോസ്പിറ്റൽ. അറബിക് ഹോസ്പിറ്റൽ അതാ പറഞ്ഞേക്കുന്നത്. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും ഒക്കെ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസിന്റെ കാര്യത്തിലോ ഒക്കെ അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. ഇനി അടുത്ത ലാസ്റ്റ് ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റൽ. Historical
record shows that the efficient hospital were built in India by 600 BC. Okay, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ഇന്ത്യയില് 600 BC കൂടിയാണ്. 600 BC കൂടിയാണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് ഇന്ത്യയില് ബിൽഡ് ചെയ്തത്. ഡ്യൂറിംഗ് ദ ജേർജസ് റിട്ടേൺ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് അശോകന്റെ കാലത്തിലായിരുന്നു. അശോക ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റൽസ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. അവരവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ ഓർ സി സെക്ഷൻ എന്ന് പറയാം. സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. ഓക്കെ, ഫോളോ ദാറ്റ് ഇന്ത്യൻ ഹോസ്പിറ്റല് ഹോസ്പിറ്റല് അവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 village. ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അപ്പോയിന്റ് ചെയ്തത്. ഒരു 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ, അടുത്ത 10 വില്ലേജ് കൂടുമ്പോൾ വേറെ ഫിസിഷ്യൻ. അപ്പൊ അങ്ങനെ ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അപ്പോയിന്റ് ചെയ്തത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ്. ഓക്കെ, അത്രയും നോക്കാം. ഫോർ ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് ദ പോപ്പുലേഷൻ, പോപ്പുലേഷന്റെ അവിടുത്തെ ജനസംഖ്യയുടെ ഹെൽത്ത് കെയർ നീഡ്സ് ആൻഡ് അതിന് വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. Okay, the regional hospitals for the infirm and destitute were built by Buddha. റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫേം എന്ന് പറഞ്ഞാൽ നിരാലംബര്, ആരോരും ആശ്രയമില്ലാത്ത നിരാലംബർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തായിരുന്നു. ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധ. ഇതിന്റെ കാലഘട്ടത്തിലായിരുന്നു ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫേം നിരാലംബർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിച്ചത്. ഇതിനകത്ത് ഇവിടെ 5 ഹോസ്പിറ്റലാ പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിലും എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. എന്നോട് നമുക്ക് നോക്കാം. മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ പറഞ്ഞു. മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് ഏകദേശം 4000 ഇയേഴ്സ് ഏക്കോ, 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത് ഹമ്മറാബിസ് കോഡാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കേം ഫ്രം സുമറിൽ നിന്നാണ് വന്നത്. ആ 3 പോയിന്റ് അതിനകത്ത് പഠിക്കണം. ഇനി സെക്കൻഡ് ഗ്രീക്ക് ഹോസ്പിറ്റൽ പറഞ്ഞു. അവിടെ ഗ്രീക്ക് ഹോസ്പിറ്റല് ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്, തികച്ചും മതപരമായിട്ടുള്ള ചടങ്ങുകളെയൊക്കെ അടിസ്ഥാനമാക്കിയായിരുന്നു ട്രീറ്റ്മെന്റ്. എന്നാൽ ഹിപ്പോക്രാറ്റസിന്റെ വരവോടുകൂടി അദ്ദേഹം ഈ ഒരു മെഡിസിനില് ഒരു പുതിയ അപ്രോച്ച് കൊണ്ടുവന്നു. ലോജിക്കൽ നോൺ റിലീജിയസ്, മതപരമല്ലാത്തതും യുക്തിപരമായിട്ടുള്ള ഒരു സമീപനം അദ്ദേഹം മെഡിസിനിലോട് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഇത് തന്നെ പഠിക്കുക കേട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ ആരാ? നെക്സ്റ്റ് തേർഡ് പറഞ്ഞത് റോമൻ ഹോസ്പിറ്റൽ ആണ്. ബൈ ഫസ്റ്റ് സെഞ്ചുറി BC ഫസ്റ്റ് സെഞ്ചുറിയോട് കൂടി ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തത് 600 BC കൂടിയാണ്. അവിടെ ജോർജസ് റിട്ടേൺ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തിയുടെ കാലത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റൽ. റോമൻ ഹോസ്പിറ്റൽ പറഞ്ഞില്ലല്ലോ. എന്തോ റോമൻ ഹോസ്പിറ്റൽ പറഞ്ഞോ? ഇല്ല, റോമൻ ഹോസ്പിറ്റൽ പറഞ്ഞില്ല മിസ്, അത് വിട്ടുപോയി. ഫസ്റ്റ് സെഞ്ചുറി BC കൂടി റോമക്കാരായിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്കും ഇൻജറി ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തത് റോമക്കാരായിരുന്നു. ഓക്കെ, അവിടെ ആ ടൈമിലാണ് മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത്. അപ്പൊ അവിടെ ചോദിക്കാട്ടോ, ഇൻ വിച്ച് പീരിയഡ് ദ മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ്? ഏത് പീരീഡിലായിരുന്നു?
Roman hospital. Roman. ഓക്കെ. അറബിക് ഹോസ്പിറ്റൽ അതറിയാലോ. അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് മികവിന്റെ കാര്യത്തിലോ ഒക്കെ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. പിന്നെയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ പറഞ്ഞത്. ഇന്ത്യൻ ഹോസ്പിറ്റല് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തത് ഏകദേശം 600 BC-യോടുകൂടിയാണ്. അവിടെ ജോർജിയസ് റിഗൻ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിള് എനിക്കായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് One for every 10 every 10 village one physician എന്നുള്ള നിലയിലായിരുന്നു ഇതെല്ലാം to serve the health care need of the population. ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യക്ഷേമം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ഇൻഫോം ആയിട്ടുള്ളവർക്കും നിരാലംബർക്കും അഗതികൾക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. ഓക്കെ. ഇനി അടുത്ത ബി നോക്കിയേ. ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ് 500 to 1500 AD വരെയുള്ള ഹോസ്പിറ്റല്. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺ. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. എവിടെ? യൂറോപ്പില്. ഓക്കെ. ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഓക്കെ. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ഫോർ ദ ഫോളോയിങ് റീസൺ. അതിന് പറയുന്നത് അപ്പൊ മധ്യ കാലഘട്ടം മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും യൂറോപ്പിലെ ഹോസ്പിറ്റല് കുറച്ചും കൂടി ഹോസ്പിറ്റൽസ് ഉണ്ടാകാൻ തുടങ്ങി. ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂട്ടി. അതിന് എന്തൊക്കെയാ കാര്യങ്ങൾ പറയുന്നത്? 2 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, പോപ്പ് ഇന്നസെന്റ് III in 1198 അഡ്വൈസ്ഡ്. അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ what is advice? ഉപദേശിക്കുക. ആൻഡ് ഒരു ഉപദേശം കൊടുക്കുക. പെർസ്യൂഡഡ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം നൽകുക. അഡ്വൈസ് ആൻഡ് പെർസ്യൂഡഡ് ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വെൽത്തി ക്രിസ്ത്യൻ ടു ബിൽഡ് ഹോസ്പിറ്റൽ ഇൻ എവരി ടൗൺ. ഓക്കെ. അപ്പൊ ഈ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും പോപ്പ് ഇന്നസെന്റ് III ഫോർമർ ഹെഡ് ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ ഒരു ഫോർമർ ഹെഡ് ആണ് പോപ്പ് ഇന്നസെന്റ് III. അദ്ദേഹം 1198 ഈ അവിടുത്തെ ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാൻ ഉപദേശിക്കുകയും അതുപോലെ അവരെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനവും കൊടുത്തു. അപ്പൊ അവർക്ക് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂട്ടാലോ. ഓക്കെ. അതൊരു കാരണമായി. മിഡിൽ ഏജില് യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പോപ്പ് ഇന്നസെന്റ് III അദ്ദേഹം ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ട അഡ്വൈസ് ചെയ്യുകയും വെറുതെ ഉപദേശം മാത്രം കൊടുക്കല്ലേ, അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇനി നോക്കിയേ, സെക്കൻഡ് റീസൺ പറയുന്ന ഏതാ? ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ക്രൂസൈഡേഴ്സ് കുരിശുയുദ്ധക്കാര്. ഓക്കെ. കുരിശ് യുദ്ധക്കാരുമായിട്ടുണ്ടാകുന്ന ആ വ്യാപാരത്തിൽ ഉണ്ടാകുന്ന അധിക വരുമാനം, ഇൻക്രീസ്ഡ് റവന്യൂ, ക്രൂസൈഡേഴ്സും ആയിട്ടുള്ള കച്ചവടത്തിൽ ഉണ്ടായ ആ ഒരു ഇൻക്രീസ്ഡ് റവന്യൂ, അധിക വരുമാനം ഈ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂട്ടാനായിട്ട് ഒരു കാരണമായിട്ട് പറയാം. ഇൻക്രീസ്ഡ് റവന്യൂ വർദ്ധിച്ച വരുമാനം വേർ മെയ്ഡ് അവൈലബിൾ ഫ്രം കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ ഉണ്ടായ അധിക വരുമാനം, അത് മറ്റൊരു കാരണമായിട്ടാണ് പറയുന്നത്. In contrast, in Asia and Africa during same period, ആ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും
construction of effective and efficient hospital were was pressed forward by the rules and the crusaders. അതേ സെയിം ടൈമിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാൻ അന്നത്തെ റൂളേഴ്സും അന്നത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ക്രൂസൈഡേഴ്സ് കുരിശുയുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരു ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അന്നത്തെ ഭരണവും അതുപോലെ തന്നെ ക്രൂസൈഡേഴ്സ് കുരിശുയുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. അപ്പൊ രണ്ട് കാരണമാണ് ഹോസ്പിറ്റൽ മിഡിൽ ഏജിൽ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ളത്. ഫസ്റ്റത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റത്തെ റീസൺ എന്താ പറഞ്ഞേ? ക്രിസ്ത്യൻസിന് എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ട അഡ്വൈസ് ഉപദേശം കൊടുക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനവും കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ ക്രൂസൈഡേഴ്സ് കുരിശുയുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം അത് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണമായി മാറി. പിന്നെ അതേ സെയിം ടൈമിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഒരു ഫലപ്രദമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ക്രൂസൈഡേഴ്സ് കുരിശുയുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. രണ്ട് കാരണം പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് റിനൈസൻസ് ഏജ്, മൂന്നാമത്തെ സി എന്ന് പറയുന്നത് റിനൈസൻസ് ഏജ്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാന. ഇനി സിയിൽ പറയുന്ന ഇത് ഹിസ്റ്ററി ആയതുകൊണ്ടാട്ടോ, ഇതിന് വേറെ ഒന്നും പഠിക്കാനില്ല. ഇത് എന്താന്ന് വെച്ചാൽ വായിച്ചത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഹിസ്റ്ററി ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം 1500 to 1700 AD. ഇതാണ് Renaissance age. The Renaissance period lasted from the 14th to 16th century. Renaissance period ആരംഭിച്ചത് എന്നാണ്? ലാസ്റ്റഡ് ഫ്രം 14th, നീണ്ടു നിന്നത് 14 to 60, 14 മുതൽ 16ാം സെഞ്ചുറി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു റീനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അത്രയും കാലം നീണ്ടു നിൽക്കുന്നതായിരുന്നു 14 to 16th century. Towards the end of the 15th century, many cities and towns supported some kind of institutional health care. അത് നോക്കിയേ, എൻഡ് ഓഫ് ദ 15th century, 15th centuryയുടെ അവസാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ ധാരാളം സിറ്റികളും ടൗണും സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് റിനൈസൻസ് ഏജ് പറയുന്നത്. ലാസ്റ്റഡ് ഫ്രം 14th to 16th century. Towards the end of the 15th century, 15th centuryയുടെ അവസാനം ധാരാളം സിറ്റീസും ടൗൺസും ഒക്കെ ചില തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ ആരംഭിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്തത് ഡി എന്ന് പറയുന്നത് മോഡേൺ പീരീഡ് ആണ്. 1750 to 1950 AD വരെയുള്ളതാണ് മോഡേൺ പീരീഡ്. The first incorporated hospital in America was the Pennsylvania Hospital. Exam में ചോദിക്കും, which is the first incorporated hospital? ഏതാ? പെൻസിൽവേനിയ in Philadelphia. ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സംയോജിത ആശുപത്രി. പല ഡിപ്പാർട്ട്മെന്റിനെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഏതാ? അമേരിക്കയിലുള്ള ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ പെൻസിൽവാനിയ ഇൻ ഫിലാഡൽഫിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. Massive government involvement in healthcare began in 1926 with the return of war heroes from World War First. First World Warle heroes. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് 1926 പ്രയത്നിച്ചു. മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബിഗിൻ ഇൻ 1926 with the return of war heroes from World War First. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഈ ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് 1926 എന്ത് ചെയ്തു? പ്രയത്നിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്
അപ്പൊ അത്രയാണ് ഡി വരെ നമ്മൾ പറഞ്ഞു. ഓരോ പീരീഡുകളായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് എർലി ഇയറ BC 500 AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഹോസ്പിറ്റലില് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞു. പിന്നെ ബി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജിലെ ഹോസ്പിറ്റൽസ്. അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു യൂറോപ്പില്. അതിനുള്ള 2 കാരണങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് സി എന്ന് പറഞ്ഞ റിനൈസൻസ് ഏജ്, നവോത്ഥാന കാലഘട്ടമാണ്. അത് നീണ്ടു നിൽക്കുന്നത് 14th to 16th സെഞ്ചുറി വരെയാണ്. 15th സെഞ്ചുറിയുടെ അവസാനമായപ്പോഴത്തേക്കും നല്ല ഒരു സം കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സിറ്റീസും ടൗണും ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത ഡി എന്ന് പറഞ്ഞ മോഡേൺ പീരീഡ് ആണ്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആണ്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ഈ ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് അവിടുത്തെ ഗവൺമെന്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് 1926 പ്രയത്നിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ ഡി വരെയാണ് അത് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. ഹോസ്പിറ്റൽ എവല്യൂഷൻ മ്യൂട്ട് ചെയ്ത് വെച്ചേ. മിഡിൽ ഏജിലെ സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ഏതാണ് മിഡിൽ ഏജിലെ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, പറയാലോ. സെക്കൻഡ് പോയിന്റ്. അപ്പൊ ഫസ്റ്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അവിടുത്തെ ക്രിസ്ത്യൻസിനോട് ഒരു എല്ലാ ടൗണിലും ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് ചെയ്യുകയും അതിന് വേണ്ട പ്രോത്സാഹനവും കൊടുത്തു. അപ്പൊ ഈ മിഡിൽ ഏജ് ആയിട്ട് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള ഒരു റീസൺ അതാ പറയുന്നത്. പോപ്പ് ഇന്നസെന്റ് III അഡ്വൈസ് ചെയ്യുകയും പെർസ്യൂട്ട് ചെയ്യുകയും ചെയ്യും, ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഇൻക്രീസ്ഡ് റവന്യൂ were made available from the commerce with the crusaders. Crusaders എന്ന് പറഞ്ഞ കുരിശ് യുദ്ധക്കാര്. അപ്പൊ കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിലുള്ള അധിക വരുമാനം, നമ്മൾക്ക് ഒരുപാട് വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂട്ടാലോ. അതിനാവശ്യത്തിനുള്ള കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള കാരണമല്ലേ. അതെങ്ങനെയാ? ക്രൂസൈഡേഴ്സ് കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം ഹോസ്പിറ്റൽ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ യൂറോപ്പിൽ കൂടാനുള്ള മറ്റൊരു റീസൺ ആണ്. ഇതാണ് ഇൻക്രീസ്ഡ് റവന്യൂ were made available from the commerce with the crusaders. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം. ഓക്കെ, ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള മറ്റൊരു റീസൺ ആയിട്ടാണ് പറയുന്നത്. അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാനായിട്ട് അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു. അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സും എന്ത് ചെയ്തു? അതിനു വേണ്ട ഫോഴ്സ് ചെയ്തു. ഓക്കെ, അങ്ങനെ 2 റീസണാണ് അതിനകത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഏതാണ്? ഹോസ്പിറ്റൽ എവല്യൂഷനിലേക്കാണ്. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. നമ്മൾ മ്യൂട്ട് മാറിക്കിടക്കുമ്പോഴാണ് ആകെ ഡിസ്റ്റർബൻസ് ആവുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ എന്താണ് ചില സമയത്ത് ഒരു സൗണ്ട്, അതും എനിക്കൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ.
രമ്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? രമ്യ സുരേഷ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. നിങ്ങളുടെ ആരെങ്കിലും ഒരാൾക്കൊരു മ്യൂട്ട് മാറിക്കിടന്നാൽ നമുക്ക് ക്ലാസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസാ. അതിന്റെ ഇടയിൽ എന്തോ ഒരു വല്ലാത്തൊരു സൗണ്ട് കയറി വരുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ എവല്യൂഷനെ പറയുന്നത്. ഹോസ്പിറ്റൽ എവല്യൂഷൻ. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെ ആ ഒരു എവല്യൂഷൻ, ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരെയും എത്തിയ ആ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. സെനാരിയോ എന്ന് പറഞ്ഞാൽ പല രംഗങ്ങള്, പല ഘട്ടങ്ങള്. പ്രീ ഇൻഡിപെൻഡൻസ് മുന്നിലുള്ള ഹോസ്പിറ്റൽ എവല്യൂഷന്റെ പല ഘട്ടങ്ങളാണ്. ഇനി ഫസ്റ്റ് അതിനകത്ത് 9 പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. And the first നോക്കിയേ, provision of institutional care to the sick was considered as professional and spiritual by early rulers. Okay. പ്രൊഫഷണൽ ആൻഡ് സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ളത്, പ്രൊഫഷണൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കെയർ ആണ്, ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാർ കരുതിയിരുന്നത്. Provision of institutional care to the sick was considered as professional and spiritual by early rulers. ഒരു പ്രൊഫഷണൽ അതുപോലെ തന്നെ സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. എട്രിയ അതിനകത്ത് വരുന്ന ഒരു ഇതാണ്, ഫിസിഷ്യൻ ആണ് എട്രിയ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് teacher who lived in the University of Takshashila. അത് ചോദിക്കാം കേട്ടോ. Is the first Indian physician and teacher lived in the University of Takshashila? ആരാ? The first Indian physician and teacher who lived in the university എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ താമസിച്ച്, പണ്ട് അങ്ങനെയല്ലായിരുന്നോ, നമ്മള് അവിടെ താമസിച്ച് വിദ്യ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതാണ് യൂണിവേഴ്സിറ്റി, തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ അവിടെ താമസിച്ചിട്ട് തന്നെ അവിടെ കുട്ടികൾക്ക് വിദ്യ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ എട്രിയ എന്ന് പറയുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആണ്. ഓക്കെ, lived in the University of Takshashila. ഇനി നെക്സ്റ്റ് ആണ് സിശ്രുത ചരക. പിന്നീട് നമ്മൾ പോകുന്നത് സിശ്രുതിന്റെയും ചരകന്റെയും കാലഘട്ടത്താണ്. സിശ്രുത 6th century BC, ചരക 200 AD. സിശ്രുതിന്റെയും ചരകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ സിശ്രുത, ഇതും എക്സാമിന് ചോദിക്കും. ഫാദർ ഓഫ് സർജറി. നോക്കിയ സിശ്രുതിന്റെ ഫസ്റ്റ് ലെറ്റർ എസ്, സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ്. വേണ്ട, അത് വെച്ചിട്ട് മറക്കരുത്. ആദ്യം നമ്മൾ പഠിച്ചു ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് സർജറി, സർജറി എക്സ്. ഇനി അത് മറക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്ന സിശ്രുതയാണ്. സിശ്രുത ദ ഫാദർ ഓഫ് സർജറി. Ancient Indian surgeon known for his outstanding operation and technique and for his influential dissertation സിശ്രുത സംഹിത. അപ്പൊ എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ancient Indian surgeon known for his outstanding operation, അദ്ദേഹത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ടെക്നിക്കുകൾ കൊണ്ടാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധം, ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ പ്രബന്ധം സിശ്രുത സംഹിത എന്ന് പറഞ്ഞ ആ ഒരു പ്രബന്ധം കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. സിശ്രുത ദ ഫാദർ ഓഫ് സർജറി. Indian surgeon known for his outstanding operation and technique and for his influential dissertation സിശ്രുത സംഹിത. സിശ്രുത സംഹിത എന്ന് പറഞ്ഞാൽ the main origin of knowledge about surgery in India. ഇന്ത്യയിലെ സർജറിനെ കുറിച്ച് നോളജ് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് സിശ്രുത സംഹിത. ഇത് എഴുതിയത് സിശ്രുതയാണ്. ഓക്കെ, അതിനകത്ത് ചോദിക്കാം ഫാദർ ഓഫ് സർജറി ആരാണ് ഇത് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഡിസർട്ടേഷൻ ഏതാണ്? സിശ്രുത സംഹിത. ഈ സിശ്രുത സംഹിത എന്ന് പറയുന്നത് യഥാർത്ഥത്തില് വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടാണ് സിശ്രുത സംഹിത അറിയപ്പെടുന്നത്.
അതിനകത്ത് നമ്മൾ സർജറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. മെയിൻ നോളജ് ഓഫ് സർജറിനെ കുറിച്ചാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ആദ്യത്തെ ശസ്ത്രക്രിയാ രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ ടെക്സ്റ്റ് ആണ് ശുശ്രുത സംഹിത എന്ന് പറയാം. അതിനകത്ത് ഏകദേശം 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120 ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ശുശ്രുത സംഹിത, ഫാദർ ഓഫ് സർജറി, അത് രണ്ടും അതിനകത്തൊന്നും നോക്കി വെക്കണം കേട്ടോ. ഫാദർ ഓഫ് സർജറി അതൊക്കെ ഒരു കഴിഞ്ഞ ബാച്ചിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ നമ്മൾ SC ആയിട്ടൊന്നും നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കുമല്ലോ. ഒൺലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണാതെ നമ്മളിങ്ങനെ പഠിച്ചു വെക്കുക, ഓരോ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്ന ശുശ്രുതയാണ്. അദ്ദേഹത്തിന്റെ ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ ആൻഡ് known for his outstanding operation at the technique. Anyo Marina Thomas ആണോ? മ്യൂട്ട് ചെയ്ത് വെച്ചേ. നോക്കാം. അപ്പൊ ശുശ്രുത മനസ്സിലായല്ലോ. ഫാദർ ഓഫ് സർജറി, അദ്ദേഹത്തിന്റെ ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ ആണ്. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പറേഷൻസ് ആൻഡ് ടെക്നിക്ക് കൊണ്ടാണ് അദ്ദേഹത്തെ അതുകൊണ്ടും പിന്നെ ഇൻഫ്ലുവൻഷ്യൽ ഡെസർട്ടേഷൻ, അദ്ദേഹത്തിന്റെ പ്രബന്ധം ഈ സർജറിനെ കുറിച്ച് പ്രധാന അറിവുകൾ പറഞ്ഞു തരുന്ന ശുശ്രുത സംഹിത എന്ന പ്രബന്ധം കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ചരക. ചരക എന്ന് പറയുന്നത് വാസ് one of the main contribution to ആയുർവേദ. ആയുർവേദത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ചരകൻ. ചരക വാസ് one of the main contribution to ആയുർവേദ. ആയുർവേദ എന്ന് പറഞ്ഞ എന്താ? ആയുർവേദ മരുന്നുകൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടോ? ആയുർവേദ ഉണ്ടോ? ഇല്ല. എന്താ ആയുർവേദം എന്ന് പറയുന്നേ? ട്രഡീഷണൽ ഹെൽത്ത് സിസ്റ്റം ആണ് ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ, ആയുർവേദ എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദ എന്ന് പറയുന്നത്. ആയുർവേദം, ഈ ആയുർവേദം അത് വേഗം പറയുന്നില്ല, ജസ്റ്റ് ഞാനൊന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഈ ആയുർവേദം എന്ന് പറയുന്നത് അതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വചരാചരങ്ങളും ഉണ്ടായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഏതൊക്കെ പഞ്ചഭൂതാസ്? ഇതാണ് ആയുർവേദം ജലം, അഗ്നി, ഇതൊക്കെയാണ് പഞ്ചഭൂതാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ആയുർവേദത്തിന്റെ തത്വം. അപ്പൊ ഈ വസ്തുക്കള്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ആയുർവേദത്തില് ട്രീറ്റ്മെന്റ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തില് നമ്മൾ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് പറയുകയാണെങ്കിൽ 3 ദോഷങ്ങളാണ് ഉള്ളത്. വാതം, പിത്തം, കഫം. വാതം, പിത്തം, കഫം, ഇങ്ങനെ 3 ദോഷങ്ങളാണ് ആയുർവേദ സിദ്ധാന്തം പറയുന്നത്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്, അതിന്റെ ഒരു ശരിക്കും സമഗ്രമായിട്ടുള്ള അവസ്ഥയാണ് ആരോഗ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3ന്റെ വാത, പിത്ത, കഫ, ഇതിന്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആയുർവേദം എന്നാണ് പറയുന്നത്. എന്താ മീനിങ്? ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ വേദം. ആയുസിന്റെ വേദം എന്നാണ് ആയുർവേദം എന്ന പദത്തിന്റെ അർത്ഥം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആയുർവേദ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അപ്പൊ അതാണ് ആയുർവേദം. He is known as the editor of medical treatise named Charaka Samhita. അപ്പൊ അദ്ദേഹം ഏതിന്റെ എഡിറ്റർ ആയിരുന്നു?
ചരക സംഹിത. അപ്പൊ സിസ്രുതന്റെ ഡിസർട്ടേഷൻ ഏതായിരുന്നു? ടെക്സ്റ്റ് സിസ്രുത സംഹിത, ചരകന്റെ ചരക സംഹിത. വൺ ഓഫ് ദ ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദം. ആയുർവേദ ഇതെന്താ? ചരക സംഹിത എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ. ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും ആൻഡ് ആയുർവേദത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഈ ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദത്തില് ട്രീറ്റ്മെന്റ് ഒക്കെ ഈ പഞ്ചഭൂതാവസ്ഥ ആണ് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് മനുഷ്യരും സർവ്വചരാചരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പൊ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ 3 ദോഷങ്ങൾ, വാത, പിത്ത, കഫ, ഇത് 3 ദോഷങ്ങളുള്ളത്. ഇതിന്റെ 3ന്റെയും സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുസിന്റെ വേദം എന്നാണ് ആയുർവേദം എന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 6th നോക്കിയേ. ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. 6th വരുമ്പോ ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. നോക്കിയേ 7th one. During Ashoka's reign, principle of hygiene were followed and the C-section were performed. During Ashoka's reign, അശോക ചക്രവർത്തി അശോകന്റെ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ പ്രിൻസിപ്പിൾ ആൻഡ് വെയർ ഫോളോഡ് ആൻഡ് C-section എന്ന് പറഞ്ഞാൽ സിസേറിയൻ സെക്ഷൻ വേർ പെർഫോം ചെയ്തത് അശോകന്റെ ടൈമിലാണ്. ഇനി അടുത്ത 8th നോക്കിയേ. റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. നിരാലംബർക്കും അഗതികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ദ ബുദ്ധാസ്. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതാണ് 9th one ആണ് അക്ബേഴ്സ് പീരീഡ്. അക്ബേഴ്സ് പീരീഡ് എന്ന് പറഞ്ഞാൽ യുനാനി മെഡിസിൻ. ഇവിടെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? ഏത് പീരീഡിലാണ്? ഇതിന്റെ ഈ 1 words മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഈ യുനാനി മെഡിസിൻ എന്താന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എക്സാമിന് ഇപ്പൊ അങ്ങനെ എഴുതാനൊന്നും ഉണ്ടാവില്ല. ഏത് പീരീഡിലാണ് ഈ യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത്രേ ചോദിക്കുള്ളൂ. പിന്നെ അക്ബേഴ്സ് പീരീഡ് അക്ബറിന്റെ കാലഘട്ടത്തിലാണ് യുനാനി മെഡിസിൻ കൊണ്ടുവന്നത്. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചോ, ഇതിനകത്തില്ല. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ് തന്നെയാണ് യുനാനിയുടെ ഫാദർ. ഓക്കെ, ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. യുനാനി എന്ന് കേട്ടിട്ടുണ്ടോ? യുനാനി മെഡിസിൻ. അപ്പൊ യുനാനി എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഈ യുനാനി സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണുള്ളത്. ബ്ലഡ്, രക്തം, രണ്ടാമത്തെ ഫ്ലം എന്ന് പറയും, PHELGM, ഫ്ലം, കഫം. ബ്ലഡ്, ഫ്ലം, പിത്തം, BILE, ബൈല്, പിത്തം, കറുത്ത പിത്തം, ബ്ലാക്ക് ബൈൽ. 14 മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ്? രക്തമുണ്ട്, കഫമുണ്ട്, പിത്തമുണ്ട്, കറുത്ത പിത്തമുണ്ട്. ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും അളവ്, ഇതിന്റെ അളവില് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ വരുവാണ്, ഇതിന്റെ അളവിലോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുവാണ്, അതാണ് രോഗം എന്ന് പറയുന്നത്. യുനാനി അതാ പറയുന്നത്. അതാണ് അതിന്റെ ഫ്ലക്ച്വേഷൻസ്, ഏറ്റക്കുറച്ചിലുകളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം അവരെന്ത് ചെയ്യുന്ന അറിയോ? രോഗം എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പൊ നമ്മളെ ബ്ലഡിന്റെ അളവ് കൂടുതലായിട്ടാണോ അല്ലെങ്കിൽ ബ്ലഡ് കുറവായിട്ടാണോ പിത്തം കൂടുതലായിട്ടാണോ എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത് എന്നാദ്യം കണ്ടെത്തും. രോഗം എങ്ങനെയാ ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യും? ഈ 4 സംഗതികളും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ കുറയ്ക്കാനുള്ളത് നോക്കും, കുറവാണെങ്കിൽ കൂട്ടാനുള്ളത് നോക്കും. അങ്ങനെ അപ്പൊ അത് എന്തുകൊണ്ടാണ് അവിടെ രോഗം വരുന്നത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട്
അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അങ്ങനെ വേണ്ടി ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി എന്ന് പറയുന്നത്. ഇതിന് സാധാരണയായിട്ട് പച്ചമരുന്നുകളാണ് യുനാനിയിൽ പറയുന്നത്. ഈ ആയുർവേദം പോലെ പച്ചമരുന്നുകളാണ്. അത് വേണമെങ്കിൽ ഗുളികയായിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കഷായ രൂപത്തിലോ അല്ലെങ്കിൽ പൊടിയായിട്ടൊക്കെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ എവല്യൂഷനിൽ വരുന്നത്. നമുക്ക് ആദ്യം മുതൽ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞ് ഒന്ന് പോകാം. അപ്പൊ ഇത് ഹിസ്റ്ററി ആയതുകൊണ്ടാണ് വീണ്ടും പറയാം, നമുക്ക് ഇങ്ങനെ വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ പറ്റുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ യുനാനിയുടെയും ആയുർവേദത്തിന്റെയും ചെറിയൊരു നോട്ട് പോലെ ഒന്ന് തരാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ തരാം. ബാലൻസിന് കുറച്ചേ ഉള്ളൂ. അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീരും. അതിനുശേഷം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും തരാം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴാണ്. പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് അങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും അധികം ഇല്ല. അതുകൊണ്ട് അത് തരാത്തത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ മുതൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സസ് ക്വസ്റ്റ്യൻ, അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്ലാസ്സിൽ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് സമയം മതിയാവും. ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീരും. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി പോകാം. ഒന്നുകൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി പോകാം. ഓക്കെ അല്ലേ? ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴ് എങ്ങനെയായാലും 10-20 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പൊ ഒരുവിധം മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി പോകാം. അപ്പോ പഠിച്ചവർക്ക് ഒന്നുകൂടി ഓർക്കാനും പഠിക്കാത്തവർക്ക് പഠിക്കാനും ഉള്ള ഒരു ചാൻസ് ആയിട്ട് എടുക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് ആഴ്ചയിൽ ഒരു അവറായി ക്ലാസ് കിട്ടുന്നുള്ളൂ. വേറെ ബാച്ചുകളൊക്കെ കയറുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ വരുമ്പോ നമുക്ക് ക്ലാസ് ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, വേഗം ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഓഫ് എയർലി ഇറ PC 500 AD 500 AD വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയെ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ആരായിരുന്നു ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്ത ആരായിരുന്നു? പ്രീസ്റ്റ് ആയിരുന്നു. അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആൻഡ് ടെമ്പിൾസ് ആയിരുന്നു. എയർലി ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും സേവനങ്ങളുടെയും ഭാഗമായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റല്, റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റല്, ഇന്ത്യൻ ഹോസ്പിറ്റല്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത് ഏകദേശം 4000 years ago 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഏതായിരുന്നു? ഹമ്മറാബിസ് കോഡ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം എവിടെന്നാ വന്നത്? ബാബിലോണിയയിലെ സുമർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തായിരുന്നു? ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ആ ടൈമിൽ ഹിപ്പോക്രാറ്റസ് വന്നു. അദ്ദേഹത്തെ എന്തെന്ന് അറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ്? അദ്ദേഹം അതിലൊരു നോൺ റിലീജിയസ് അപ്രോച്ച് കൊണ്ടുവന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ റോമൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത് ബൈ ഫസ്റ്റ് സെഞ്ചുറി ബിക്സോടുകൂടി റോമക്കാരാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്. ആർക്ക് വേണ്ടിയിട്ടാ? ഇഞ്ചുറി ആയിട്ടുള്ള. അപ്പൊ ഏത് പീരീഡിനകത്തായിരുന്നു മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത്? ഏത് പീരീഡിലായിരുന്നു? റോമൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി അടുത്ത അറബിക് ഹോസ്പിറ്റൽ പറഞ്ഞു. മറ്റുള്ള റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും നമ്പറിന്റെയും ഓർഗനൈസേഷനും എക്സലൻസ് മികവിന്റെ കാര്യത്തില് അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അറബിക് ഹോസ്പിറ്റൽ തന്നെയാണ് ബെറ്റർ. ഇതാണ് ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് അവരുടെ ടൈമിലായിരുന്നു. കിങ് അശോകന്റെ കാലഘട്ടത്തിലായിരുന്നു. അവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് നിങ്ങളുടെ മ്യൂട്ട് മാറി കിടക്കുന്നതുകൊണ്ടാട്ടോ എക്കോ വരുന്നത്.
മ്യൂട്ട് മാറി കഴിയുമ്പോഴാണ് എക്കോ ആവുന്നത്. സിസേറിയൻ സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. അവര് ഓരോ 10 വില്ലേജിലും ഓരോ ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷന് ഹെൽത്ത് കെയർ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തു. പിന്നെ റീജിയണൽ ഹോസ്പിറ്റൽ ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ മിഡിൽ ഏജിലെ കാര്യം പറഞ്ഞു. അപ്പം മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. അതിന് 2 കാര്യങ്ങൾ, ഇനി ഞാനത് പറയുന്നില്ല, 2 കാര്യങ്ങൾ അറിയാലോ. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഇൻക്രീസ് ചെയ്തു. അതിനുള്ള 2 കാരണങ്ങളാണ് 1, 2 എന്ന് പറഞ്ഞ് പോയിന്റ് ഇട്ട് തന്നേക്കുന്നത്. പിന്നെയാണ് റിനൈൻസസ് ഏജ് പറഞ്ഞത്. റിനൈൻസസ് ഏജ് അത് പീരീഡ് ലാസ്റ്റ് നീണ്ടു നിന്നത് 14th മുതൽ 16th സെഞ്ചുറി വരെയാണ്. 15th സെഞ്ചുറിയുടെ അവസാനം ആയപ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സിറ്റീസും ടൗൺസും ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സ്ഥാപിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു. പിന്നെ അടുത്തതാണ് മോഡേൺ പീരീഡ്. അവിടെ വരുന്നത് ഏതൊരു പോയിന്റ്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാ? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് പെനിൻസുലാനിയ ഹോസ്പിറ്റൽ, പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് 1926 ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. പിന്നെ ഹോസ്പിറ്റൽ എവല്യൂഷൻസ് ആണ്. അത് 9 പോയിന്റാണ് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ എവല്യൂഷനിൽ അതിനകത്ത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എട്രിയയുടെ കാര്യമാണ്. എട്രിയ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. പിന്നെ സിശ്രുത ചരക കാലഘട്ടത്തിലേക്ക് വന്നു. സിശ്രുത ഫാദർ ഓഫ് സർജറി. കാലഘട്ടത്തില് കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയതാണ്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ ട്രീറ്റീസ്. പിന്നെ ക്യാൻ ബി ട്രേസ് ടു ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. മ്യൂട്ട് ചെയ്ത് എക്കോ വരും കേട്ടോ. അപ്പൊ നമുക്ക് ആകെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഡ്യൂറിംഗ് അശോകാസ് റീജിയനില് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ ഫോളോഡ് ആൻഡ് സി സെക്ഷൻ പെർഫോം ചെയ്തു. പിന്നെ റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉള്ളവർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ഈ ബുദ്ധന്റെ കാലഘട്ടത്തായിരുന്നു. ലാസ്റ്റ് ആണ് അക്ബേഴ്സ് പീരീഡ്. അവിടെ യുനാനി മെഡിസിൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ വിച്ച് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? ഏത് പീരീഡിലാണ് യുനാനി? അക്ബർ പീരീഡ്. ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? റീഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ചക്ക് നിങ്ങൾ ഇനിയിപ്പോ തുറക്കോളൂ. അപ്പൊ പിന്നെ മറന്നു പോകും. ഇതൊന്ന് നമുക്ക് ഹിസ്റ്ററി ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ ഞാൻ പ്രാവശ്യം പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ എന്തെങ്കിലും 1, 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതും അതിനകത്ത് നമ്മുടെ സിലബസിൽ വന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കി വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇടയ്ക്ക് എന്തെങ്കിലും ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. ഇതോ ഒരു സൗണ്ട് ഒക്കെ ആയിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഒരുവിധമൊക്കെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. അപ്പൊ ബാക്കിയത് കുറച്ചോട്ട് വരും. 17 ബാക്കിയത്തെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.